സാധാരണക്കാരനും മ്യൂച്വൽ ഫണ്ടിലും ഷെയർ മാർക്കറ്റിലും നിക്ഷേപം നടത്തുന്നത് എങ്ങനെ നിക്ഷേപം നടത്താം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ ആപ്ലിക്കേഷനിൽ യാതൊരു വിധമായ സർവീസ് ചാർജുകളും ഈടാക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ നിക്ഷേപിക്കുന്ന പൈസ തികച്ചും നിങ്ങൾക്ക് തന്നെ തിരിച്ചു ലഭിക്കുന്നതാണ്. അതുപോലെ ഷെയർ മാർക്കറ്റിൽ മിനിമം 10 രൂപ മുതൽ നിങ്ങൾക്ക് സാധാരണക്കാർക്ക് വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ നിക്ഷേപം നടത്താം. വളരെ പ്രശ്നങ്ങളൊന്നുമില്ല. സറോദ അപ്സ്റ്റോക്ക് പോലെയുള്ള പോലെയുള്ള സാങ്കേതികത്വങ്ങളൊന്നും തന്നെ ഇല്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് നിക്ഷേപം നടത്താം. മ്യൂച്വൽ ഫണ്ട് ആയിരുന്നാലും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഏതൊരു വിധമായ സുരക്ഷാ പ്രശ്നങ്ങളോ അതൊന്നും ഇതുവരെയും പറഞ്ഞിട്ടില്ല ആരും തന്നെ. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദപ്പെടും. സാധാരണക്കാർക്കും ഇത് പ്രയോജനം ചെയ്യുന്നതായിരിക്കും. നേരെ വീഡിയോ കാണാം. പ്ലേ സ്റ്റോറിൽ ഗ്രോ ആപ്പ് എന്ന് സെർച്ച് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഗ്രോ ആപ്പ് എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇവിടെ ഓപ്പൺ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഒരു ഇമെയിൽ ഐ ഡി അവിടെ ചൂസ് ചെയ്യുക. നിങ്ങൾക്കൊരു ഇമെയിൽ ഐ ഡി ഉണ്ടാവും. അതവിടെ അല്ലെങ്കിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു ഇമെയിൽ ഐ ഡി സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പാൻ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ രജിസ്ട്രേഷൻ തുടങ്ങിയ കാര്യങ്ങൾക്ക് വളരെയധികം എളുപ്പമായിരിക്കും. അതിനുശേഷം തൊട്ട് താഴെയുള്ള സെൻഡ് OTP എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മെയിലിലേക്കോ മൊബൈലിലേക്കോ ഒരു ഒറ്റത്തവണ പാസ്വേഡ് വരും. അത് നമ്മൾ ഏതാണോ വേണ്ടത്, ഞാനിവിടെ മെയിൽ സെലക്ട് ചെയ്യും. നിങ്ങൾ മൊബൈൽ സെലക്ട് ചെയ്യുന്നതായിരിക്കും കുറച്ച് നല്ലത്. അതിനുശേഷം സെൻഡ് ഓപ്ഷൻ കൊടുക്കുക. നമുക്കൊരു 1 ടൈം പാസ്വേഡ് വരും. അത് നമ്മളവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. തുടർന്ന് നിങ്ങളുടെ പാൻ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വെരിഫൈ ചെയ്യുക. അതും ഒരു OTP വരും. അതോടെ നിങ്ങളുടെ പാൻ നമ്പർ വെരിഫൈ ആവുന്നതാണ്. തുടർന്ന് ഇങ്ങനെ ഒരു ഇൻ്റർഫേസോടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവും. ഇവിടെ നമുക്ക് വളരെ സിമ്പിളായി മ്യൂച്വൽ ഫണ്ടിലോ ഷെയർ മാർക്കറ്റിലോ നമുക്ക് നിക്ഷേപം നടത്താൻ സാധിക്കുന്നതാണ്. മ്യൂച്വൽ ഫണ്ടുകൾ വളരെ എളുപ്പത്തിൽ 500 രൂപ മന്ത്ലി അടയ്ക്കുന്ന സ്കീമുകൾ വരെ നമുക്കിതിൽ ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് മിനിമം 5000 രൂപ മുതൽ നമുക്ക് ചൂസ് ചെയ്യാം. ആദ്യമായി നമുക്കിവിടെ ഏറ്റവും മുകളിൽ മ്യൂച്വൽ ഫണ്ട് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് ആണെങ്കിൽ സ്റ്റോക്ക് എന്ന് പറയുന്നതിൽ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. സ്റ്റോക്ക് ആണെങ്കിൽ നമുക്ക് BSE NSE 2 ഓപ്ഷൻ കാണാൻ സാധിക്കും. നമുക്ക് ആദ്യമായി മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന് നോക്കാം. ഹൈ റിട്ടേൺ തരുന്ന മ്യൂച്വൽ ഫണ്ടുകൾ, നമുക്ക് ടാക്സ് സേവിങ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് നമുക്കുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട കൂടിയ റേറ്റിംഗ് ഉള്ള മ്യൂച്വൽ ഫണ്ടുകൾ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഗോൾഡിലുള്ള മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ചെക്ക് ചെയ്ത് നോക്കാൻ സാധിക്കുന്നതാണ്. ഇതിൽ വളരെ സിമ്പിളായിട്ട് തന്നെ അവയെല്ലാം നമുക്ക് പെട്ടെന്ന് കാണുന്ന രീതിയിൽ കാണിക്കുന്നു. ഞാനിവിടെ ഒരു കൊട്ടാക്ക് ഗോൾഡ് ഫിനാൻസിൻ്റെ ഒരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുന്നു. അതിൽ ഇവിടെ കാണാൻ സാധിക്കും അതിൻ്റെ ഗ്രാഫ് വളരെയധികം മുകളിലേക്കാണ് പോകുന്നത്. 25% ആണ് ഇവിടെ. ഒരു കൊല്ലത്തേക്കാണ് 48% വരെ നമുക്ക് പലിശ അല്ലെങ്കിൽ ലാഭം നേടുന്ന ഒരു സ്കീമാണിത്. നമുക്കിവിടെ വർഷം, ഇയർ അല്ലെങ്കിൽ മാസം ഇങ്ങനെയുള്ള സ്കീമുകൾ പലതുണ്ട്. നമുക്ക് സെലക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. താഴോട്ട് വരികയാണെങ്കിൽ നമുക്ക് SIP സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ വഴിയോ അല്ലെങ്കിൽ ഓൺ ടൈം വഴിയോ ലംസമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. മ്യൂച്വൽ ഫണ്ടുകളെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് മുൻപ് നേരത്തെ കുറേ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചാനൽ കയറി നോക്കുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ നമുക്കിതിൻ്റെ ഒരു കൊല്ലം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എത്ര രൂപ ഇതിൽ നിന്നും ലാഭം കിട്ടും തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവിടെ വളരെ കൃത്യമായി കാണിച്ചിട്ടുണ്ട്. നിങ്ങളത് തീർച്ചയായും നോക്കുക. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് എങ്ങനെയാണ് നിക്ഷേപം നടത്തുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യം നമ്മൾ ഒരു ഫണ്ട് തിരഞ്ഞെടുക്കുക. അതിനുശേഷം നമുക്ക് ഏറ്റവും താഴെ മന്ത്ലി സിപ്പ് ഓൺ ടൈം, അതായത് നമുക്ക് ഒരിക്കൽ നിക്ഷേപിച്ചിട്ട് കുറേ കാലം കഴിഞ്ഞ് കിട്ടണമെങ്കിൽ ഓൺ ടൈം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം മിനിമം 5000 രൂപയാണ് ഒറ്റത്തവണ നിക്ഷേപം നടത്തേണ്ടത്. അതിനുശേഷം നമുക്ക്
ഇൻട്രസ്റ്റ് നൗ ഓപ്ഷൻ അടിക്കുക. നമുക്ക് പേ നൗ അടിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ടാവും. നമുക്ക് ഗൂഗിൾ പേ, ഫോൺ പേ, BIM അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഉപയോഗിച്ചും നമുക്ക് ഇതിലേക്ക് പൈസ സെൻഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അക്കൗണ്ട് ഉപയോഗിച്ച് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഗൂഗിൾ പേ, ഫോൺ പേ തുടങ്ങിയ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾ പേ സെൻഡ് ഓപ്ഷൻ കൊടുക്കുക. നമ്മുടെ പൈസ അവിടെ സെൻഡ് ആവുന്നതാണ്. ഇനി രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് മന്ത്ലി സിപ്പാണ്. അതായത് SIP മാസം സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനായിട്ട് മാസാമാസം ഒരു ചിട്ടി കെട്ടുന്നത് പോലെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. അതിൽ നമുക്ക് മിനിമം 500 രൂപ നമുക്ക് മാസം തോറും ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആദ്യം 500 രൂപ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പ്രോസസ്സിംഗ് ഓർഡർ എന്ന് പറഞ്ഞ് നമുക്കൊരു ഓപ്ഷൻ വരും. ഇവയെല്ലാം നമ്മുടെ മെയിൽ നമുക്ക് ഇവർ PDF ഫയലായിട്ട് അയച്ചു തരുന്നതാണ്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. നമുക്ക് ഗ്രോ ആപ്പിൽ തന്നെ ഒരു വാലറ്റ് ഉണ്ട്. ആ വാലറ്റിൽ നമ്മൾ പൈസ ബാങ്കിൽ നിന്നും നിക്ഷേപിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നും പൈസ ഈടാക്കുന്നതാണ്. ഞാനവിടെ ജസ്റ്റ് അങ്ങനെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഏറ്റവും താഴെയുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് കാണാം. നമുക്കിവിടെ മന്ത്ലി സിപ്പ് ഏത് ഡേറ്റ് വേണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മുടെ നെറ്റ് ബാങ്കിങ് ലിങ്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ബാങ്കിൽ നിന്നും ഓട്ടോമാറ്റിക്കായിട്ട് ഡെബിറ്റ് ആവുന്നതായിരിക്കും. അതിനുള്ള ഓപ്ഷൻസ് ആണ് ഈ ഗ്രോ ആപ്പിലുള്ളത്. നമുക്കിത് വേണ്ടെങ്കിൽ ക്യാൻസൽ SIP എന്ന് അടിക്കുക. ഞാനിവിടെ ജസ്റ്റ് കാണിച്ചു. അതിനുശേഷം റൺ അടിക്കുക. നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇത് പിൻവലിക്കാവുന്നതാണ്. ചെറിയ നഷ്ടം വരുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ പിൻവലിച്ച് നമുക്ക് ക്യാൻസൽ SIP അടിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ആ പൈസ, വർക്കിംഗ് ഡേ ആണെങ്കിൽ പിറ്റേ ദിവസം തന്നെ ആ പൈസ അക്കൗണ്ടിലേക്ക് തിരിച്ച് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. ഞാനിവിടെ ക്യാൻസൽ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന, അതായത് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ച് വരുന്ന ഒരു സ്കീം നമുക്ക് നോക്കാം. ഞാനിവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു അക്കൗണ്ട് നമുക്ക് നോക്കാം. അതിനായി ഇവിടെ നമുക്കുള്ള ഡാഷ്ബോർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. മുകളിൽ മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴെ ഡാഷ്ബോർഡ് ഇവിടെ കാണാം. ജസ്റ്റ് ഒരു ആക്സിസ് ബാങ്കിൻ്റെ ഒരു മ്യൂച്വൽ ഫണ്ടാണ്. നല്ലൊരു ഫണ്ടാണ്. ഈ COVID-19 പ്രോബ്ലംസുകളുണ്ടെങ്കിൽ കുറച്ച് ലോ ആയിട്ടുണ്ടെങ്കിലും വളരെയധികം മികച്ച പ്രകടനമാണ് ഇത് കാഴ്ചവെക്കുന്നത്. നമുക്ക് കാണാം, ഞാനിവിടെ 4500 ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പിൻവലിക്കുകയാണെങ്കിൽ 228. ഇത്രയും ഷെയർ മാർക്കറ്റ് ഇടിഞ്ഞിരിക്കുന്ന ഒരു സമയത്ത് പോലും വളരെയധികം നല്ല രീതിയിലുള്ളൊരു പ്രകടനമാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ പ്രശ്നങ്ങളെല്ലാം കഴിയുമ്പോൾ ഒരു 40% റിട്ടേൺ കൂടുതൽ കിട്ടുന്നതായിരിക്കും ഇതിൻ്റെ ഒരു സ്കീം. ഇപ്പോഴും ഇതിൻ്റെ ഗ്രാഫ് മുകളിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് തിരിച്ച് നമ്മുടെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. SIP നടത്താവുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായി സാധാരണക്കാരന് പോലും വളരെ ഈസി ആയിട്ട് ഇതിൽ നിക്ഷേപം നടത്താവുന്നതാണ്. ഇനി നമുക്ക് ചെക്ക് ചെയ്യാം. ഏറ്റവും താഴെ വലത് സൈഡ് വ്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ കാണാം. ഇവിടെ നമുക്കൊരു വാലറ്റ് ഉണ്ട്, അവൈലബിൾ ബാലൻസ് എന്ന് പറഞ്ഞ് കാണാം. അവിടെ നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഇവിടെ വാലറ്റിൽ നിക്ഷേപിക്കുക. അതിനുശേഷം ഓരോ ഫണ്ട് തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് വാലറ്റിൽ നിന്ന് പൈസ ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. അതിനുശേഷം SIP സ്റ്റാർട്ട് ചെയ്താൽ മതിയാവും. അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് SIP തുടങ്ങാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമ്മുടെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് എല്ലാം വളരെ കൃത്യമായി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഇവിടെ കാണാം. അതുപോലെ നമ്മൾ ചെയ്യുന്ന ഓരോ ട്രാൻസാക്ഷൻ്റെയും ഡീറ്റെയിൽസ് PDF രൂപത്തിൽ നമുക്ക് ബിൽ എന്ന രൂപത്തിൽ തന്നെ നമുക്കിവർ ഇമെയിലായിട്ട് അയച്ചു തരും. അതുകൊണ്ട് നമുക്കിതിനെ പറ്റിയൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ട്രാക്കിംഗ് ഡീറ്റെയിൽസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് സ്റ്റോക്ക് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് വരാം. ഇതാണ് ശരിക്കും ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത്. സാധാരണക്കാരന് വളരെ ഈസിയായി ഷെയർ മാർക്കറ്റിൽ നിക്ഷേപം നടത്താവുന്ന ഒരു ഓപ്ഷനാണ് ഇതിൽ. സ്റ്റോക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമുക്കിവിടെ നിഫ്റ്റിയും സെൻസെക്സും കാണാം. അതായത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ഇന്ത്യയിലെ 2 ടോപ്പ്
സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ്. ഇതിൽ നമുക്ക് ഏതിൽ വേണമെങ്കിലും നിക്ഷേപം നടത്താം. നമുക്ക് ഏതെങ്കിലും, ഞാനിവിടെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സെലക്ട് ചെയ്തു. അതിനുശേഷം ഏതെങ്കിലും ഒരു ഫണ്ട് നമുക്ക് നോക്കാം. HDFC. ഓരോന്നിൻ്റെയും ഓരോ ഷെയറിൻ്റെ വില നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്ക് 10 രൂപ മുതലുള്ള ഷെയറുകൾ നമുക്ക് ഇതിനകത്ത് കാണാം. അതിലും താഴെയുള്ള ഷെയറുകൾ ഉണ്ടെന്ന് തോന്നുന്നു. ജസ്റ്റ് നമ്മൾ 10 രൂപയ്ക്കുള്ള ഷെയർ ആണെങ്കിൽ ഒരു 10 ഷെയർ വാങ്ങിയാൽ 100 രൂപയാവുള്ളൂ. ചിലപ്പോൾ അത് ഒരു കൊല്ലോ 2 കൊല്ലോ കഴിഞ്ഞിട്ട് ചിലപ്പോൾ അതിൻ്റെ വാല്യൂ ഒരു ഷെയറിന് 1000 രൂപ ആവുകയാണെങ്കിൽ 10 ഷെയർ വാങ്ങിയതിന് 10,000 രൂപയായിട്ട് മാറാൻ സാധ്യതയുണ്ട്. തീർച്ചയായും നഷ്ടം വരാനും സാധ്യതയുണ്ട്. അത് മാർക്കറ്റിൻ്റെ ഉയർച്ച താഴ്ചകളനുസരിച്ചായിരിക്കും ഇരിക്കുന്നത്. നമുക്ക് ഒരു ഷെയർ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് എത്ര എണ്ണം വേണം എന്ന് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓക്കെ അടിക്കുക. നമുക്ക് നമ്മുടെ വാലറ്റിൽ നിന്ന് പൈസ പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ അക്കൗണ്ടിൽ നിന്ന് പൈസ ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. ഇത്തരത്തിൽ നമുക്ക് സ്റ്റോക്കുകൾ വാങ്ങാവുന്നതാണ്. അത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് തിരിച്ച് വിൽക്കാവുന്നതാണ്. പക്ഷേ സ്റ്റോക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് വർക്കിംഗ് ടൈമിൽ മാത്രമേ ഇത് വിൽക്കാൻ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ വാങ്ങാനും സാധിക്കുകയുള്ളൂ. പക്ഷേ മ്യൂച്വൽ ഫണ്ടിലാണെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല. എപ്പോൾ വേണമെങ്കിലും വാങ്ങുകയും വിൽക്കുകയും ചെയ്യാവുന്നതാണ്. നമുക്ക് നമ്മുടെ ഡാഷ്ബോർഡിലേക്ക് വരാം. ഏറ്റവും താഴെ വലത് സൈഡ് ഡാഷ്ബോർഡ്. അതിൽ നമുക്കവിടെ സ്റ്റോക്ക് സെലക്ട് ചെയ്യുക. നേരത്തെ വാങ്ങിയ ഒരു സ്റ്റോക്ക് നോക്കാം. ജസ്റ്റ് ഇവിടെ ഒരു ഇൻഡസ് ബാങ്കിൻ്റെ ഒരു സ്റ്റോക്ക് വാങ്ങിയിട്ടുണ്ട്. വെറും 16 രൂപയ്ക്ക് ഒരു സ്റ്റോക്കാണ് വാങ്ങിയത്. ജസ്റ്റ് ഡെമോ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ അതിപ്പോൾ ഈ COVID-19 പ്രശ്നങ്ങളുള്ളതിനാൽ 2 രൂപ ഷെയർ വീണ്ടും കുറഞ്ഞിട്ടുണ്ട്. ശരിക്കും ഇപ്പോൾ ഇൻഡെക്സ് ബാങ്കിൻ്റെ ഷെയറിന് വളരെ റേറ്റിംഗ് കുറവായിട്ടാണ് പോകുന്നത്. അതുകൊണ്ടായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ വ്യത്യാസം വരും. അപ്പോൾ നമുക്ക് ഇത് വളരെയധികം ലാഭം നേടുന്ന ഒരു ഷെയറായിട്ട് മാറുന്നതായിരിക്കും. പക്ഷെ തീർച്ചയായിട്ടും നമ്മൾ ഈ ഷെയർ മാർക്കറ്റിൽ നിക്ഷേപം നടത്തുന്നത് വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം. പക്ഷെ മ്യൂച്വൽ ഫണ്ടിൽ അത്രയും റിസ്ക് ഒന്നുമില്ല. നമുക്ക് തീർച്ചയായിട്ടും നിക്ഷേപിക്കാവുന്നതാണ്. ഈ സ്റ്റോക്കിൻ്റെ കൃത്യമായ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോയുമായി സംബന്ധിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി നൽകുന്നതായിരിക്കും. ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുണ്ടാവുന്ന എന്ത് സംശയമാണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അത് പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ കമൻറ്റ് വഴി പറയുന്നതായിരിക്കും. അല്ലെങ്കിൽ വീഡിയോ സഹിതം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്.